എൻ്റെ പേര് ജീതു മാത്യു. ഞാൻ കോട്ടയത്തു നിന്ന് വരുന്നു. ഞാൻ പുന്നത്തറ ഇടവാംഗമാണ്. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഞാൻ OET എന്ന എക്സാമിന് വേണ്ടി ഒത്തിരി നാൾ 2018 മുതൽ OET എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളായിരുന്നു. എല്ലാ പ്രാവശ്യം എഴുതുമ്പോഴും ഞാൻ ഫെയിലായിക്കൊണ്ടേയിരിക്കുന്നു. എല്ലാ പ്രാവശ്യം എഴുതുമ്പോഴും ഞാൻ ഫെയിലായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ 2018 തൊട്ട് 2022 വരെ ഞാൻ ഈ OETയുടെ പുറകെ നടക്കുകയായിരുന്നു. അങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ 6 പ്രാവശ്യം ഞാൻ OET എഴുതി. 6 പ്രാവശ്യവും ഞാൻ ഫെയിലായിപ്പോയി. അത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ നാത്തൂൻ എന്നോട് പറയുന്നത്, ജീതു നീ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ OET എഴുതി ഇങ്ങനെ നടക്കാതെ നീ കൃപാസനത്തിൽ പോയി അവിടെ ഒരു ഉടമ്പടിയുണ്ട്, ആ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ട് നീ അടുത്ത പ്രാവശ്യം 7ാമത്തെ ഡേറ്റ് എടുക്കാൻ പറഞ്ഞു. ചേച്ചി അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചു. ഞാനിങ്ങനെ എപ്പോഴും OET എഴുതി പിന്നെ ഫെയിലായി ഇങ്ങനെ ഇരിക്കുന്നതിലും നല്ലത് ഞാൻ ഇവിടെ വന്ന് ഒരു പ്രാവശ്യം ഉടമ്പടി എടുത്തിട്ട് ഇനി അടുത്ത ഡേറ്റ് എടുക്കുന്നുള്ളൂ എന്ന് തീരുമാനിച്ചു. അപ്പോൾ തന്നെ ഞാൻ അവരോട് ഞാൻ കുവൈറ്റിലായിരുന്നു ജോലി ചെയ്യുന്നത്. മെയിനായിട്ട് ഞങ്ങൾ OET എഴുതാൻ തന്നെ കാരണം എൻ്റെ ഹസ്ബൻഡും ഞാനും എൻ്റെ കൊച്ചും മൂന്ന് സ്ഥലത്തായിരുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് ഫാമിലി ആയിട്ട് ജീവിക്കണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ OET എഴുതാൻ തന്നെ പുറപ്പെട്ടത്. അപ്പോൾ ഇങ്ങനെ ഫെയിലായിരിക്കും തോറും എനിക്ക് വിഷമമായിരുന്നു. എൻ്റെ കൊച്ചിന് ഇപ്പോൾ 3 വയസ്സായി. 3 വർഷമായിട്ട് ഞാൻ ഈ OETയുടെ പുറകെ നടക്കുകയായിരുന്നു. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ചേച്ചി പറഞ്ഞ പ്രകാരം ഞാൻ 2022 ജൂൺ 3-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ ഈ ഉടമ്പടി പത്രവും തൈലവും കാശുരൂപം എൻ്റെ കഴുത്തിൽ എപ്പോഴും അണിയുമായിരുന്നു. ഉടമ്പടി പത്രം ഞാൻ ഓരോ വീടുകളിലും കയറി എത്ര പത്രമാണോ, 2 കെട്ട് പത്രമാണ് ഇവിടുന്ന് തരുന്നെങ്കിൽ 2 കെട്ട് പത്രം ഞാൻ ഓരോ വീട്ടിലും പ്രാർത്ഥിച്ച് കൊണ്ട് കൊടുക്കുമായിരുന്നു. മാതാവേ, എൻ്റെ നീ എൻ്റെ OET എന്ന എക്സാമിനെ എനിക്ക് വലിയ ഭാരമാക്കി തരാതെ എനിക്ക് അത് ഈസിയാക്കി അത് എന്തെങ്കിലും ഒരു സാഹചര്യത്തിലൂടെ നീ എനിക്കത് ജയിപ്പിച്ച് തരണേന്ന് ഞാൻ എൻ്റെ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഓരോ വീടുകൾ കയറുമ്പോഴും ഞാനും എൻ്റെ 3 വയസ്സുള്ള കൊച്ചും കൂടെയായിരുന്നു പത്രം കൊടുക്കാൻ വേണ്ടി നിരുന്നത്. ഓരോ വീട് കയറുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ എൻ്റെ കൊച്ചും പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ അവൾക്ക് എന്നാ ഒന്നും അറിയത്തില്ലെങ്കിലും അവൾ പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് എവിടെയോ പോകാനായിട്ടാണ് എൻ്റെ അമ്മ പ്രാർത്ഥിക്കുന്നത്, മാതാവേ സാധിച്ചു കൊടുക്കണമെന്ന് അവളും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാ വീടുകളിലും കയറി ഞങ്ങൾ പത്രം കൊടുത്തു. പിന്നെ ഉടമ്പടി തൈലം എടുത്തു. ഞാൻ കുവൈറ്റിലായിരുന്നു ജോലി ചെയ്യുന്നത്. ഞാൻ അവിടേക്ക് തിരിച്ചു പോയി. ജൂലൈ 8-ാം തീയതി എനിക്ക് OETയുടെ അടുത്ത ഡേറ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ ഇത്രയും നാളും 6 പ്രാവശ്യമായിട്ട് ഞാൻ OET എഴുതിയപ്പോഴും എനിക്ക് ഒത്തിരി നല്ല എനിക്ക് പുറത്ത് പറയാൻ പോലും പറ്റത്തില്ലാത്ത സ്കോറുകളായിരുന്നു. 250, 280, ഒരു പോലും C+ പോലും എനിക്ക് ഇതുവരെ 6 പ്രാവശ്യം പോലും കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി ഞാൻ തിരിച്ച് ഡേറ്റ് എടുത്ത് ഞാൻ അവിടെ കുവൈറ്റിൽ ചെന്ന് എനിക്ക് ഡേറ്റ് കിട്ടി. ജൂലൈ 8-ന് ഞാൻ എക്സാം എഴുതി. എക്സാമിൽ എനിക്ക് മാതാവ് OETയുടെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് അയർലൻഡ് സ്കോർ തന്ന് മാതാവ് എന്നെ വിജയിപ്പിച്ചു. എല്ലാത്തിനും ലിസണിങ്ങിന് 400, റീഡിങ് 410, അങ്ങനെ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ ഒരു മാർക്ക് കണ്ടിട്ടേ ഇല്ല 6 പ്രാവശ്യം എഴുതിയപ്പോഴും. അങ്ങനെ മാതാവ് തന്ന് എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തി തന്നു. പിന്നെ അടുത്ത അയർലൻഡ് സ്കോറാണെന്ന് കണ്ടപ്പം അയർലൻഡിൽ എൻ്റെ കസിൻസ് എല്ലാം അയർലൻഡിലാണ്. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. എനിക്ക് അയർലൻഡിൽ അവരുടെ അടുത്ത് തന്നെ കിട്ടിയല്ലോ, ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോഴത്തേനുമാണ് എല്ലാവരും പറയുന്നത്, ഞാൻ കുവൈറ്റിൽ ഡെൻ്റൽ ഫീൽഡിലാണ് നേഴ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഈ ഡെൻ്റലി വർക്ക് ചെയ്യുന്നവർക്ക് നഴ്സിംഗ് ഫീൽഡ് അല്ലാത്തത് കൊണ്ട് ഭയങ്കര പാടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 5 വർഷമായിട്ട് കുവൈറ്റിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് 5 വർഷം ഗ്യാപ്പ് കാണിക്കേണ്ടി വന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു 5 വർഷത്തിൻ്റെ മേലിലും ഗ്യാപ്പുള്ളവർക്ക് ഭയങ്കര പാടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ നിന്നൊരു അയർലൻഡിൽ നിന്നൊരു ഡിസിഷൻ ലെറ്റർ കിട്ടാൻ പാടാണെന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ ഈശോമാതാവേ എനിക്കറിയത്തില്ല ഇനി ഞാൻ എങ്ങനെ ചെയ്യും ഡിസിഷൻ ലെറ്റർ കിട്ടാൻ വേണ്ടി. ഞാൻ എപ്പോഴും മാതാവിൻ്റെ തൈലം എടുത്ത് മാതാവിൻ്റെ തൈലം എടുത്ത് നെറ്റിയിൽ കുരിശ് വരയ്ക്കുമായിരുന്നു. അത് കുരിശ് വരച്ച് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ പൊക്കത്തിൽ എഴുതി വെച്ചു, മാതാവേ 1 മാസം കൊണ്ട് കറക്റ്റ് എനിക്ക് എൻ്റെ ഡിസിഷൻ ലെറ്റർ എഴുതി തരണേന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഡിസംബർ 13-ന് ഞാൻ സബ്മിറ്റ് ചെയ്തു. പക്ഷേ ഡിസംബർ 25 തൊട്ട് അവിടെ അവധി, അയർലൻഡിൽ എല്ലാവർക്കും അവധി തുടങ്ങി. പക്ഷേ എങ്ങനെയോ ജനുവരി 13-ന് മാതാവ് എനിക്ക് എൻ്റെ ഡിസിഷൻ ലെറ്റർ എൻ്റെ കയ്യിൽ തന്നു. പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ ജനുവരി 31-ന്
തന്നെ ഞാൻ ഇൻ്റർവ്യൂ പാസ്സായി, എല്ലാം റെഡിയായി. എൻ്റെ വിസയ്ക്കുള്ള അപ്രൂവലിന് വേണ്ടി അവിടെ കൊടുത്തു. വിസയ്ക്കുള്ള അപ്രൂവലിന് കൊടുത്തു കഴിഞ്ഞപ്പോൾ തൊട്ട് പിന്നെ ഞാൻ എൻ്റെ വിചാരം വിസ വരെ ആയല്ലോ, ഇനി എന്താ, എല്ലാം റെഡിയായി, ഇനി ഉടനെ പോകാമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഫോൺ വിളിക്കുമ്പോൾ എല്ലാവരും പറയാം ഇനിയിപ്പോൾ എന്നാ ഉടനെ പോകാമല്ലോ. അപ്പം ഞാൻ വലിയ ഇച്ചിരി അഹങ്കരിക്കാൻ തുടങ്ങി. അല്ല ഇപ്പം ഉടനെ പോകാമല്ലോ അങ്ങനെയൊക്കെ ഓർത്ത് ഇങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ജനുവരി 31 കൊടുത്ത എൻ്റെ അപ്രൂവൽ, അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു ഒ ഇ ടിയുടെ റിസൾട്ട് വരുന്ന അന്ന് തന്നെ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാമെന്ന്. പക്ഷേ ഞാൻ എൻ്റെ ഒരു അലസത കാരണം ഞാൻ പറഞ്ഞില്ല. ഇനി എല്ലാം ആവട്ടെ എന്ന് ഓർത്തിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ജനുവരി 31 എൻ്റെ വിസയ്ക്ക് അപ്രൂവലിന് വിട്ടു. അപ്രൂവലിന് വിട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വിസയുടെ അപ്രൂവൽ ആദ്യം റിജക്റ്റ് ആയിപ്പോയി. പിന്നെ രണ്ടാമത് വെച്ചു, അതും റിജക്റ്റ് ആയിപ്പോയി. മൂന്നാമത് വെച്ചു, അതും റിജക്റ്റ് ആയിപ്പോയി. അങ്ങനെ ഒരു 6 മാസമായി. മെയ് വരെ ഞാൻ ഇതിന് വെച്ച് എൻ്റെ ഇത് റിജക്റ്റായി പൊക്കോണ്ടേയിരുന്നു. റിജക്റ്റായി ഇങ്ങനെ പോകുന്ന, എൻ്റെ മാത്രം ഇങ്ങനെ റിജക്റ്റായി പോകുന്ന കണ്ടപ്പോൾ എൻ്റെ എംപ്ലോയർ പറഞ്ഞു, എൻ്റെ കൂട്ടത്തിലുള്ള എംപ്ലോയർ കൊണ്ടുപോകുന്ന പിള്ളേരെല്ലാം കയറി അവിടെ ജോലി തുടങ്ങി. എൻ്റെ മാത്രം ഇങ്ങനെ റിജക്റ്റ് ആകുന്ന കണ്ടിട്ട് എംപ്ലോയർ പറഞ്ഞു, ജീതു എനിക്കൊരു ദിവസം മെയിൽ വന്നു, ജീതു എനിക്ക് നിന്നെ വേണ്ട, കാരണം നിനക്ക് പേ ചെയ്ത പണി ഉണ്ടെങ്കിൽ എനിക്ക് 4 പേരെ കൊണ്ടുവരാം. അതുപോലെ നിനക്ക് വേണ്ടി ഇപ്പം ഓരോ പ്രാവശ്യം വിസയ്ക്ക് അപ്രൂവലിന് വെക്കുമ്പോഴും നമ്മൾ 22,000 രൂപ പേ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ എൻ്റെ ഈ 3 പ്രാവശ്യം റിജക്റ്റ് ആയപ്പോൾ തന്നെ അവർ ഒരു നല്ല തുക അവരെനിക്ക് വേണ്ടി പേ ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് വേണ്ട എന്നുള്ള രീതിയിൽ സംസാരിച്ച് മെയിൽ വന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ദൈവമേ, പോകുന്ന ഇത്രയും രീതിയായിട്ട് പോലും എനിക്ക് എന്നാ പറ്റിയേ എന്ന് പറഞ്ഞു. ഞാൻ ഓഗസ്റ്റ് 6 എനിക്ക് മെയിൽ വന്നത്. എംപ്ലോയർ പറഞ്ഞു ഓഗസ്റ്റ് 7 ഞാൻ ഒന്നും നോക്കിയില്ല, രാവിലെ ഞാനും എൻ്റെ അമ്മയും കൂടെ ബസ് കയറി, കോട്ടയത്ത് നിന്ന് ബസ് കയറി ഞങ്ങളിവിടെ വന്നു. എൻ്റെ ഉടമ്പടി ഞാൻ പുതുക്കി കഴിഞ്ഞ് ഞാനിവിടെ ഓഗസ്റ്റ് 7 വരുന്നത്. ഓഗസ്റ്റ് 7 വന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് ഈ നടയിൽ നിന്ന് മാതാവിനോട് പറഞ്ഞു, മാതാവേ എൻ്റെ എല്ലാവരോടും പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ കുവൈറ്റിൽ ജോലി കളഞ്ഞിട്ട് ഇവിടെ വന്നേക്കുവാണ് മാതാവേ, ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഓഗസ്റ്റ് 15 മുമ്പ് എനിക്കൊരു അപ്പോൾ ഓൾറെഡി അപ്രൂവൽ ഉണ്ടായിരുന്നു അയാൾ. പക്ഷെ അതും റിജക്റ്റ് ആയാലാണ് എന്നെ വേണ്ടെന്ന് അവർ പറഞ്ഞത്. മാതാവേ, ഇനി എന്ത് ചെയ്യുമെന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ മാതാവ് ഈ തിരുസന്നിധിയിൽ നോക്കി പറഞ്ഞു, ഓഗസ്റ്റ് 15 മാതാവ് എനിക്ക് അപ്രൂവൽ വന്ന് എന്നെ നടത്തി തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പം മാതാവ് ഓഗസ്റ്റ് 7 വന്നു. 6 മാസമായിട്ട് അപ്രൂവൽ റിജക്റ്റ് ആയിക്കൊണ്ടിരുന്ന എനിക്ക് 7 ദിവസം കൊണ്ട് മാതാവ് ഓഗസ്റ്റ് 15 എന്ന ഡേറ്റ് ഞാൻ ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഈ ഓഗസ്റ്റ് 15 10 മണിക്ക് എനിക്ക് അപ്രൂവൽ അവിടെ നിന്ന് വന്നു. എനിക്ക് അയർലൻഡിലോട്ട് പോകാനുള്ള വിസ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നടന്നു. പിന്നെ ഞാൻ വിസയ്ക്ക് വെച്ചു. വിസ ഒരു കുഴപ്പവും കൂടാതെ വിസ കൈ കിട്ടി. അത് കഴിഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോൾ ഒരു ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റിന് വേണ്ടിയുള്ള ഡേറ്റ് മാതാവ്, ഞാൻ ആഗ്രഹിച്ച ഒരു ഡേറ്റ് തന്നെ മാതാവ് എനിക്ക് തന്നു. എനിക്ക് അടുത്ത ബുധനാഴ്ച എനിക്ക് അയർലൻഡിലോട്ട് പോകാനുള്ള ടിക്കറ്റും അവരെനിക്ക് എടുത്തു തന്നു. എന്നെ വേണ്ടെന്ന് പറഞ്ഞ് അവർ തന്നെ എനിക്ക് ടിക്കറ്റ് വരെ എടുത്തു തന്ന് എന്നെ ആ രാജ്യത്തോട്ട് കൊണ്ടുപോകാനുള്ള മാതാവും തിരുക്കുമാരനും എനിക്ക് വളരെയേറെ ചെറുതും വലുതുമായിട്ടുള്ള ഈ 2023 എനിക്ക് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അതിനെല്ലാം മാതാവിനോടും തിരുക്കുമാരനോടും ഞാൻ നന്ദി പറയുന്നു. ഒടുവിലാണ് ഞാൻ ഉണർന്നത്, കാല പെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി. എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹം എന്നെ മുൻപനാക്കി. പ്രഭാഷകൻ്റെ പുസ്തകം 33-ാം അധ്യായം 16-ാം തിരുവചനമാണ്. തൻ്റെ ജീവിതത്തിൽ OET എന്നുള്ളത് ഒരു വലിയ കടമ്പയായി തന്നെ ഈ മകൾക്ക് അനുഭവപ്പെടുന്ന സാഹചര്യത്തിലാണ് 2018 മുതൽ അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നു. 6 പ്രാവശ്യവും പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് ഈ മകൾക്ക് എക്സാം പാസ്സാകുവാൻ സാധിക്കുകയും, എന്നാൽ വീണ്ടും എക്സാം പാസ്സായെങ്കിലും വീണ്ടും പ്രോസസ്സിങ്ങിനുള്ള തടസ്സങ്ങൾ, 6 മാസമായിട്ട് വിസയുടെ പ്രോസസ്സൊന്നും ആകുന്നില്ല, റിജക്ഷൻ തന്നെ. അങ്ങനെയുള്ള അവസരത്തിൽ ഉടമ്പടി പുതുക്കിയ അന്ന് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നു. 6 മാസമായിട്ട് നടക്കാതിരുന്നത് ഉടമ്പടി പുതുക്കിയതിന് ശേഷം 7ാമത്തെ ദിവസം അമ്മ അവിടെ ഇടപെടുകയാണ്. അതിനുള്ള ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ ഡേറ്റിൽ 10 മണിക്ക് തന്നെ, രാത്രി 10 മണിക്ക് തന്നെ ഈ മകൾക്ക്
മെയിൽ വരുന്നു, ഈ മകൾക്ക് ഇത് അപ്രൂവായി എന്നുള്ള രീതിയിൽ. അങ്ങനെ തൻ്റെ പ്രോസസ്സിങ്ങും എല്ലാം കഴിഞ്ഞ് ഉടനെ തന്നെ 5 വർഷമായിട്ട് തങ്ങൾക്ക് സാധിക്കാതിരുന്ന ഒരു കാര്യം, ഒരുമിച്ച് ജീവിക്കണം, ഹസ്ബൻഡും വൈഫും കുഞ്ഞും മൂന്ന് പേരും 3 സ്ഥലങ്ങളിൽ, അപ്പോൾ ഒരുമിച്ച് ഒരു കുടുംബജീവിതം നയിക്കണമെന്നുള്ള 5 വർഷത്തെ ആഗ്രഹമാണ് ഇവിടെ അമ്മ ഈ മക്കൾക്ക് സാധിച്ചു കൊടുക്കുന്നത്. അതും തനിക്ക് തൻ്റെ മെറിറ്റ് 0 ലെവലായിരുന്നു. ഒരിക്കലും ഒരു OET എക്സാമിനും കിട്ടാത്തത്തരം സ്കോറാണ് അമ്മ കൊടുത്ത് ഈ മകളെ അനുഗ്രഹിച്ചത്. അതുകൊണ്ടാണ് തിരുവചനം പറയുക, ഞാൻ എല്ലാവരേക്കാളും പിൻപനായിരുന്നു, എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹം എന്നെ മുൻപന്തിയിലെത്തിച്ചു. ഈ മകൾക്ക് കിട്ടിയ എല്ലാ നന്മകൾക്കും കൃപകൾക്കും നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ ആരാധിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.